ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വെറി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം എന്ന് പറയുന്നത് ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസിയിലുള്ള ക്യാഷ് വാല്യൂ എന്ന് വെച്ചാൽ എന്താണെന്നുള്ളതാണ്. വോൾ ലൈഫ് പോളിസികളിലൊക്കെ ആണെങ്കിൽ നമുക്ക് ക്യാഷ് വാല്യൂ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എക്സിറ്റ് ചെയ്യുന്ന ആ ഒരു എമൗണ്ട് ആണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആ ഒരു സ്കീം വേണ്ടെന്ന് വെക്കാനുള്ള അവകാശമുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. പക്ഷെ അങ്ങനെ നമ്മൾ വേണ്ടെന്ന് വയ്ക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന തുക എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാണോ വേണ്ടെന്ന് വെക്കുന്നത് അതും അതുപോലെ അടയ്ക്ക് എത്ര കാലത്തേക്കാണ് എടുത്തതെന്നൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഒരു കാൽക്കുലേഷനിലാണ് കിട്ടുക. എന്നിരുന്നാൽ കൂടെ നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി കേസുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിന് വേണ്ടിയിട്ട് ക്യാഷ് വാല്യൂ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ചില സ്കീമുകളിലൊക്കെ ആണെങ്കിൽ ക്യാഷ് വാല്യൂ കൂടി വരുന്ന രീതിയിലായിരിക്കും അത് അതിൻ്റെ ഒരു റൂൾസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾക്ക് ഈ ക്യാഷ് വാല്യൂ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസം, അല്ലെങ്കിൽ വിവാഹം, അതല്ലെങ്കിൽ എമർജൻസി ഒരു മെഡിക്കൽ സിറ്റുവേഷൻ, ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ക്യാഷ് വാല്യൂ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഈ ക്യാഷ് വാല്യൂ കൂടി വരുന്നതനുസരിച്ചിട്ട് പ്രീ അപ്രൂവ്ഡ് ലോൺ ആയിട്ടുള്ള ആ ഒരു എമൗണ്ടും അതിനനുസരിച്ചിതമായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ പ്രീ അപ്രൂവ്ഡ് ലോൺ നമുക്ക് എടുത്തിട്ട് നമ്മളുടെ എമർജൻസി സിറ്റുവേഷൻ നമുക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മളൊരു പ്രീ അപ്രൂവ്ഡ് ലോണിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ബാങ്കിലും മറ്റും പോയിട്ട് ലോൺ എടുക്കണമെങ്കിൽ ഒരുപാട് പേപ്പർ വർക്കുകളുണ്ട്. ചിലപ്പോൾ നമുക്കത് കിട്ടിയില്ലെന്ന് വരാം. സിവിൽ സ്കോറൊക്കെ നോക്കിയിട്ട് ചിലപ്പോൾ നമുക്കത് കിട്ടിയില്ലെന്ന് വരാം. അപ്പോൾ നമ്മുടെ ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഇതൊന്നും ചിലപ്പോൾ സാധ്യമാവില്ല. അതേസമയം നമുക്കൊരു പോളിസി ഉള്ളപ്പോൾ, ലൈഫ് ഇൻഷുറൻസ് പോളിസി ഉള്ള സമയത്താണെങ്കിൽ നമുക്ക് അവിടെ പ്രീ അപ്രൂവ്ഡ് ലോൺ ഉണ്ട്. നമുക്ക് ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ നമുക്ക് എത്രയാണോ തുക അവിടെ പ്രീ അപ്രൂവ്ഡിനുള്ളത് ആ ഒരു തുകയ്ക്ക് നമ്മൾ ഒരു റിക്വസ്റ്റ് കൊടുത്താൽ ഏകദേശം 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ആവുന്നതാണ്. അപ്പോൾ നമുക്ക് എമർജൻസി സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും അത്തരം പ്രീ അപ്രൂവ്ഡ് ലോൺ, നമ്മുടെ ക്യാഷ് വാല്യൂൻ്റെ ബേസിലുള്ള ലോൺ നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ എമർജൻസി ആയിട്ട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട ആവശ്യത്തിനാണെങ്കിലും, അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും മെഡിക്കൽ എമർജൻസി ആണെങ്കിലും, അതുപോലെ എന്തെങ്കിലും EMI അടയ്ക്കാനോ അങ്ങനെ അത്യാവശ്യ കേസുകൾക്ക് നമുക്ക് ഈ ലോൺ ഉപയോഗിക്കാം. ഇനി വേറൊരു രീതിയിലും കൂടെ നമുക്ക് ആ ക്യാഷ് വാല്യൂവിനനുസരിച്ചിട്ടുള്ള ലോൺ യൂസ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ആ സ്കീം പേയ്മെൻറ്റ് നടത്തി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഇൻസ്റ്റാൾമെൻ്റ് അടയ്ക്കാനോ ഒന്നും നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിൾ കൊണ്ട് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രീ അപ്രൂവ്ഡ് ലോൺ എടുത്ത് നമുക്ക് ആ ഒരു സ്കീമിൻ്റെ പേയ്മെൻറ്റ് നടത്തി ഇൻസ്റ്റാൾമെൻ്റ് അടച്ച് ആ സ്കീം നഷ്ടപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെ വിവിധ തരത്തിൽ നമുക്ക് ഈ ക്യാഷ് വാല്യൂ ബേസ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അത് എക്സിറ്റ് ആവാതെ തന്നെ ഈ പ്രീ അപ്രൂവ്ഡ് ലോൺ എടുക്കുകയാണെങ്കിൽ ആ പോളിസി എന്നും നിലനിൽക്കുകയും നമുക്ക് അതിൻ്റെ ഒരു സെക്യൂരിറ്റി കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്കെല്ലാം ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ ബൈ.